പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയതിന്, എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു ജെയിംസ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വരുന്നത്. 2019 ഞാൻ കൃപാസനത്തിലേക്ക് ഞാൻ വരുന്നത്, ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ സാക്ഷ്യം പറയാനായിട്ട് ഒത്തിരി വൈകിയതിന് ഞാൻ എൻ്റെ ഈശോയോട് ഞാൻ മാപ്പ് പറയുന്നു. ഞാൻ നഴ്സാണ്. ഞാൻ വിദേശ ജോലിക്കായിട്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം IELTS OET ഒക്കെ എക്സാമുകൾ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിലും ഞാൻ പാസ്സാവുന്നുണ്ടായിരുന്നില്ല. ഇംഗ്ലീഷ് തന്നെ ഇഷ്യൂ. കാരണം ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു കുട്ടിയാണ്. അപ്പം ഇംഗ്ലീഷ് എത്രത്തോളം പറയാൻ കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം IELTS എഴുതുമ്പോഴായാലും എനിക്ക് ആവശ്യമായിട്ടുള്ള സ്കോറ് കിട്ടുന്നുണ്ടായിരുന്നില്ല. 4-5 പ്രാവശ്യം ഞാൻ IELTS എഴുതി. OET അതൊരു 4 പ്രാവശ്യം ഞാൻ എഴുതി. ആ സമയത്താണ് കൃപാസനത്തിലെ കുറിച്ച് ഞാൻ അറിയുന്നത്. എൻ്റെ ഒരു സീനിയർ ചേച്ചി എൻ്റെ അടുത്ത് പറയാണ് കൃപാസനത്തെ പറ്റിയിട്ട്. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് നോക്കാം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം, ജോസഫ് അച്ഛനെ കുറിച്ചിട്ടൊക്കെ ചേച്ചി പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം, ഇനിയിപ്പോൾ ഈശോ എന്നെ ഇതിലൂടെ ആയിരിക്കാൻ ഈശോ ഉയർത്താന്നുള്ള ഒരു ഇതിൽ വിശ്വസിച്ച് ഞാനിവിടേക്ക് വന്നു. ഞാൻ വന്നത് ഒറ്റയ്ക്കാണ് ഞാനിങ്ങോട്ട് വന്നത്. ആ സമയത്ത് അന്ന് തന്നെ ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഞാനെൻ്റെ നിയോഗങ്ങൾ ഞാൻ എഴുതി സമർപ്പിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഓൾറെഡി OET എക്സാമിന് ഞാൻ ഡേറ്റ് എടുത്തിട്ടായിരുന്നു ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ പോയി. OET എക്സാം ഞാൻ എഴുതി. പക്ഷേ എനിക്ക് വീണ്ടും സ്കോർ എനിക്ക് ലഭിച്ചില്ല. ആദ്യം OET എഴുതിയപ്പോൾ 2 വിഷയത്തിൽ ഞാൻ പോയി. രണ്ടാമത് എഴുതിയതിൽ ആ പോയ വിഷയത്തിൽ ഞാൻ ജയിച്ചു. ബാക്കി 2 വിഷയത്തിൽ ഞാൻ വീണ്ടും പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു ഏജൻസി എൻ്റെ അടുത്ത് പറഞ്ഞു ക്ലബിംഗ് സ്കോർ വഴിയായിട്ട് ന്യൂസിലാൻഡിലേക്ക് അവർ അത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറയുന്നൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിംഗ് സ്കോർ ഉണ്ടായാലും PR കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. നീ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ OET അല്ലെങ്കിൽ IELTS എഴുതിയ അല്ലെങ്കിൽ PTE എക്സാം എഴുതിയാലാണ് പാസ്സാവുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, ഈ PR വിസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ വിഷയങ്ങൾ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ ഉടമ്പടി പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തു. അച്ഛൻ്റെ ധ്യാനത്തിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്, ആരാധനയിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹമായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേബിളായിട്ട് വിവാഹം ചെയ്യാമെന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞു, നീ ഒന്നുകൂടെ, എൻ്റെ ആൻറ്റി നേഴ്സാണ്, ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എക്സാം എഴുതി ഒരു പ്രാവശ്യം കൂടി അയർലൻഡിൻ്റെ സ്കോർ നീ മേടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ OETക്ക് വീണ്ടും ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. ഞാൻ അങ്ങനെ എക്സാമിന് ഞാൻ പോകുന്ന സമയത്ത് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് പിന്നെ കാശ് രൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. ഓരോ ക്വസ്റ്റ്യനും ഞാൻ കാശ് രൂപം ഞാൻ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നുണ്ടായിരുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ പാസ്സായി. ഞാൻ അയർലൻഡിൻ്റെ സ്കോർ എനിക്ക് കിട്ടി. പക്ഷേ ആ സെയിം സമയത്ത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ പ്രോസസ്സിങ്, ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഇവിടേക്ക് വന്നു ഞാൻ ഉടമ്പടി ഞാൻ ഒരു പ്രാവശ്യം ഞാൻ പുതുക്കിയ സമയത്ത് കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഈശോയും അമ്മ മാതാവും എൻ്റെ അപ്പുറത്തും നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പേടിക്കേണ്ട, നിനക്ക് ന്യൂസിലാൻഡിൽ ഈ ക്ലബിംഗ് സ്കോറിലാണ് നിനക്ക് ക്യാപ്പിന് ഒരു സീറ്റ് നിനക്ക് കിട്ടും, പേടിക്കേണ്ടെന്ന് പറഞ്ഞു. ഈശോ അമ്മ മാതാവും കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ ഞാൻ തിരിച്ചു പോയി. അവിടുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് ന്യൂസിലാൻഡിൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് മെയിൽ വന്നേക്കാണ്, എനിക്ക് ക്യാപ്പിന് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അയർലൻഡിൻ്റെ ഞാനത് ഡ്രോപ്പ് ചെയ്യാണ് ചെയ്തത്, അത് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല ഞാൻ. അങ്ങനെ ന്യൂസിലാൻഡിൻ്റെ വിസ വന്നു എനിക്ക്. അത് കഴിഞ്ഞ് ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് ഞാൻ കയറി പോകുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് അങ്ങനെ അധികം പോകാത്ത ആളാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് വരുന്നത്. പിന്നെ അല്ലാതെ ഞാൻ ഒത്തിരി കേരളത്തിന് പുറത്തേക്കൊന്നും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടില്ല. എനിക്ക് എങ്ങനെ ഫ്ലൈറ്റിൽ കയറേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഫ്ലൈറ്റിൽ അങ്ങനെ കയറിയിട്ടില്ല ഞാൻ. അപ്പോൾ ഞാൻ ഈ കാശ് രൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നുണ്ടായിരുന്നത്. എനിക്ക് എവിടേക്ക് പോകണം, എങ്ങനെ പോകണം, ഏത് ഗേറ്റിൽ മുന്നിൽ പോയി നിൽക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്ക് അതറിയാം. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്.
ആളാണ് എന്നെ ത്രൂ ഔട്ട് ഞാൻ ന്യൂസിലാൻഡിൽ എത്തുന്ന വരെ സിംഗപ്പൂരിൽ എത്തിയപ്പോഴായാലും അവിടെ വലിയ എയർപോർട്ട് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും എങ്ങോട്ട് പോകണം എങ്ങനെ പോകണം എന്നുള്ളത്. അപ്പോൾ ആളാണ് എന്നെ എല്ലായിടത്തേക്കും കൊണ്ട് എന്നെ ഫ്ലൈറ്റ് കയറിയിടത്തോളം വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അത് അമ്മ മാതാവാണ് എന്നെ അതിന് ഹെൽപ്പ് ചെയ്തത്. അമ്മ മാതാവാണ് കൂടെ ഉണ്ടായിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ന്യൂസിലാൻഡിലെത്തി. അവിടെ എത്തിയപ്പോഴത്തേനും ഞാൻ എൻ്റെ ഉടമ്പടി ലാഗാവാൻ തുടങ്ങി. ഞാൻ ഉഴപ്പാൻ തുടങ്ങി. പ്രാർത്ഥനകളൊന്നും മര്യാദയ്ക്ക് ചെല്ലുന്നില്ല. ആ സമയത്ത് എനിക്ക് 3 മാസത്തെയാണ് എനിക്ക് ക്യാപ്പ് പ്രോഗ്രാം വരുന്നത്. ആ ക്യാപ്പിന് മെഡിക്കേഷൻ കാൽക്കുലേഷൻ എക്സാം ഉണ്ട്. ആ കാൽക്കുലേഷൻ എക്സാമിന് നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 20 നമ്മൾ പാസ്സായാൽ മാത്രമാണ് നമുക്ക് അവർ രജിസ്ട്രേഷൻ തരുള്ളൂ. അപ്പോൾ തിയറി ഞാൻ പാസ്സായി. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കാൽക്കുലേഷൻ എക്സാം ഞാൻ പോയി. അവർ രണ്ടാമത് എനിക്ക് ഇത് തന്നു, അവസരം തന്നു. പക്ഷേ രണ്ടാമത്തേനും ഞാൻ വീണ്ടും തോറ്റുപോയി. മൂന്നാമത് എനിക്ക് അവസരം തന്നു, മൂന്നാമത്തേലും ഞാൻ തോറ്റുപോയി. അപ്പോൾ എന്തോ എവിടെയോ എനിക്ക് പിഴവ് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞാൻ കേൾക്കാറുണ്ട്. ഉടമ്പടി പുതുക്കാൻ അച്ഛൻ പറയുന്നുണ്ട്. ഞാൻ ഓൺലൈനിൽ വീണ്ടും ഞാൻ ഉടമ്പടി എടുത്തു ആ സമയത്ത്. അപ്പോൾ ഈ ഉടമ്പടി എടുത്തിട്ട് ഞാൻ എൻ്റെ ട്യൂട്ടർ ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ഉണ്ട്. ഇൻസ്ട്രക്ടർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീതു നിനക്കിനി ഒരു അവസരമില്ല, ഇതാണ് കോളേജിൻ്റെ ഡിസിഷൻ, തിരിച്ചു പോകേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കാരണം എനിക്കിനി അവസരമില്ല. 3 അറ്റംപ്റ്റ് ഓൾറെഡി കോളേജിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് തന്നു. ഇനി അറ്റംപ്റ്റ് തരണമെങ്കിൽ ഞാൻ 6 ലക്ഷം രൂപ, അതായത് അവിടുത്തെ ന്യൂസിലാൻഡ് ഡോളറിൽ ഞാൻ അത്രയും എമൗണ്ട് ഞാൻ അടച്ചിട്ട് വേണം എനിക്ക് വീണ്ടും രണ്ടാമത് കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അത്രയും ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട് എൻ്റെ കയ്യിലില്ല. ആ സമയത്ത് ഞാൻ ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഈശോയോട് ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മ മാതാവിനോടും ആരാധനയിൽ. ആ സമയത്ത് ഒരു മാസം 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് എൻ്റെ വിസ തീരാറായ സമയത്താണ് കോളേജിൽ നിന്ന് എനിക്ക് വീണ്ടും വിളി വരുന്നത്. നീതുവിന് ഒരു അറ്റംപ്റ്റും കൂടി ഞങ്ങൾ തരാം, നെക്സ്റ്റ് ബാച്ചിൻ്റെ കൂടെ നീതുവിനെ ഞങ്ങൾ ഇരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വിസ അവർ ഓട്ടോമാറ്റിക്കലി റിന്യൂ ചെയ്തു. അങ്ങനെ എന്നെ നെക്സ്റ്റ് ബാച്ചിൻ്റെ കൂടെ അവർ എക്സാം എഴുതാൻ സമ്മതിപ്പിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കാശ് രൂപം കയ്യിൽ കൊണ്ടുപോയി ഞാൻ എക്സാം എഴുതി ഞാൻ അതിൽ പാസ്സായി. അതിന് ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് പിന്നത്തെ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ക്ലബിംഗ് സ്കോറിൽ എനിക്ക് PR എങ്ങനെ കിട്ടും എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കാരണം അത് കിട്ടില്ല, ആർക്കും കിട്ടില്ല. അത് രണ്ടാമത്തെ എക്സാം എന്തായാലും എഴുതണം, അല്ലാണ്ട് അവിടുത്തെ ഇമിഗ്രേഷൻ അത് അനുവദിക്കില്ല. അങ്ങനെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ട് വിസ പ്രോസസ്സിങ്ങുകളൊന്നും നടക്കുന്നില്ല, എല്ലാം അവർ ഹോൾഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവിടെ. അങ്ങനെ ആ സമയത്ത് 2023 ഒക്കെ ആയപ്പോഴത്തേനും വിസ പ്രോസസ്സിങ് അവർ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി ഇമിഗ്രേഷൻ. ആ സമയത്ത് അവർ പുതിയ റൂൾ പ്രഖ്യാപിച്ചു. ഈ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണം. വർക്ക് വിസ നമുക്ക് റിന്യൂ ചെയ്ത് പോകാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇത് PR കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പോകുന്നത്, അവർ സെറ്റിൽ ആവണമെന്ന രീതിയിൽ. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഈ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. അതിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഇതിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് തരണം. കാരണം ഇതായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ക്ലബിംഗ് സ്കോർ വഴിയായിട്ട് തന്നെ എനിക്ക് സീറ്റ് തരണം, അതേമാതിരി PR വിസ എനിക്ക് തരണം എന്നായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുമാതിരി തന്നെ അത്ഭുതം എന്ന് പറയട്ടെ, അവിടുത്തെ ന്യൂസിലാൻഡ് ഗവൺമെൻറ് ഇമിഗ്രേഷൻ അവർ റൂള് പ്രഖ്യാപിച്ചു. ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ന്യൂസിലാൻഡിലേക്ക് വന്ന എല്ലാ ഇമിഗ്രൻസിനും അവർ റെസിഡൻറ്റ് വിസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതവർ കാറ്റഗറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാറ്റഗറിയിൽ ഞാനും പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് റെസിഡൻറ്റ് വിസ എൻ്റെ ഈശോ എനിക്ക് തന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് PR കിട്ടി. ഒത്തിരി അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്ക് അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു. നോട്ട് ബൈ മെറിറ്റ്, നമ്മുടെ ജോസഫ് അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉടമ്പടി ലാഗാക്കിയതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഉടമ്പടി നമ്മൾ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ അനുഗ്രഹങ്ങൾ ഒരിക്കലും വൈകില്ല. മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവാണ്. മാതാവ് പെട്ടെന്ന് തന്നെ അത് കാര്യങ്ങൾ ഈശോയുടെ അടുത്ത് പറഞ്ഞ് നമുക്ക് തരും. പക്ഷെ എൻ്റെ കാര്യത്തിൽ ഞാനത് ലേഗാക്കിയത് കൊണ്ടാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും ലേഗായി പോയത്. പക്ഷേ ഈശോ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് ഞാൻ വിശ്വസ്തത കാണിച്ചെങ്കിലും ഈശോ വിശ്വസ്തനായതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോ വിശ്വസ്തയോടെ എനിക്ക് ചെയ്തു തന്നു.
അപ്പോൾ ഈശോയോട് എല്ലാവരും പ്രാർത്ഥിക്കുക, കുമ്പസാരിക്കുക. ഞാൻ കുമ്പസാരിച്ചു. ന്യൂസിലാൻഡിൽ പോയിട്ട് എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനോ മര്യാദയ്ക്ക് കുമ്പസാരിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു മലയാളി വൈദികനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ആ വൈദികനാണ് എന്നോട് പറഞ്ഞത് ഇത് നല്ല ഒരു കുമ്പസാരം നടത്താൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ കുമ്പസാരിച്ചു ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചത്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. അതെൻ്റെ ഭൗതിക അനുഗ്രഹങ്ങളാക്കിയിട്ട് ദൈവം എനിക്ക് തന്നു. ബൈബിൾ വായന ഞാൻ മുടക്കിയിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത്. വിശുദ്ധ കുർബാന പറ്റുന്ന സമയങ്ങളൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ പോവും, കുമ്പസാരിക്കും. പിന്നെ ന്യൂസിലാൻഡിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ടായിരുന്നു. ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ അവിടെ പോയിട്ട് അവിടുത്തെ അമ്മച്ചിമാരുണ്ട്, അവർക്ക് പോയി അവർക്ക് ശുശ്രൂഷകൾ ഞാൻ ചെയ്തു കൊടുക്കുക, അവരെ കുളിപ്പിക്കുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനത്തെ പരിചരണങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ന്യൂസിലാൻഡിൽ പോയിട്ടായാലും അത് അവിടെ ചെന്നിട്ടും നമ്മൾ ചെയ്യുന്ന ജോലി എന്താ പറയുക, കാശ് ലഭിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇതല്ല, ഒരു സർവീസ് എന്ന രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു ഞാൻ പോകണു. അപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവ് വഴി എനിക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ എൻ്റെ ഈശോയോട് ഞാൻ നന്ദി പറയുന്നു. വിലാപങ്ങൾ 3:24-25 തിരുവചനങ്ങൾ. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. നിതു ജെയിംസ് എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. ഓഫ്ലൈൻ ഉടമ്പടിയും പിന്നീട് ഓൺലൈൻ ഉടമ്പടിയും എടുത്ത മകൾ കടന്നുപോയ ജീവിത പ്രതിസന്ധികളിൽ പരിശുദ്ധമ്മയും ഈശോയും എങ്ങനെ ഇടപെടുകയും മെറിറ്റ് ഒട്ടുമില്ലാത്ത സാഹചര്യങ്ങളിലും സാധ്യതകളിലും അമ്മ മാതാവും ഈശോയും ഏറ്റവും ഭാരമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ ബ്രേക്ക് വരാത്ത രീതിയിൽ ജീവിതത്തെ സുരക്ഷിതമാക്കി ശുഭകരമാക്കിയത് എങ്ങനെയെന്ന് മകൾ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയായിരുന്നു. മകൾ സൂചിപ്പിച്ചു, ന്യൂസിലൻഡ് പ്രോസസ്സിലേക്കാണ് മകൾ ആദ്യം പ്രവേശിക്കുന്നത്. അവിടെ ക്ലബിംഗ് സ്കോറിലാണ് അവിടെ പോകുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ച് കിട്ടുന്നത്. ആ ഉടമ്പടി എടുത്ത ആദ്യ നാളുകളിൽ തിഷ്ഠതയോടെ പ്രാർത്ഥിച്ച് വലിയ സമയ ദൈർഘ്യമൊന്നും ഇല്ലാതെ അയർലൻഡും ന്യൂസിലൻഡും ഒരുപോലെ വരികയും ന്യൂസിലൻഡ് ഓപ്റ്റ് ചെയ്ത് മകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഉടമ്പടി എടുക്കുന്നവരിൽ വരുന്ന ഒരു ചെറിയ പ്രശ്നം കൂടിയാണത്. നമ്മൾ ഒരു അനുഗ്രഹം കിട്ടി സുരക്ഷിതമായി എന്ന് കരുതുന്ന നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തോട് നമ്മൾ തന്നെ ചില അലസതയും അലക്ഷ്യമായ രീതികളും ദൈവം ഇനി വേണ്ടല്ലോ, എനിക്ക് കാര്യങ്ങൾ ഓക്കെ ആയല്ലോ എന്ന് കരുതി സ്വന്തം വഴിക്ക് പോകുവാനുള്ള തീരുമാനങ്ങളും ഒക്കെ എടുക്കാറുണ്ട്. നമ്മളെ ഇത് കൂടുതൽ ആപത്തുകളിലേക്കാണ് കൊണ്ടുപോകാറുള്ളത്, വിശുദ്ധിയുടെ കുറവിലേക്കാണ് കൊണ്ടുപോകാറുള്ളത്. നമ്മുടെ ആ ആത്മാവിൻ്റെ ഇൻറ്റഗ്രിറ്റിയെയാണ് പലപ്പോഴും തകർക്കാറുള്ളത്. നമ്മൾ ജോലി ചെയ്തും അവിടെയുള്ള കാഴ്ച കണ്ടും അവിടെയുള്ള ജീവിതം ആസ്വദിച്ചുമൊക്കെ മുൻപോട്ട് പോകുമ്പോൾ അത് അല്പം കൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ് നമ്മളെ കാത്തിരിക്കുന്ന പലതുമുണ്ടെന്നും അവിടെയൊക്കെയും ദൈവികമായ സംരക്ഷണമില്ലെങ്കിൽ ജീവിതം ക്ലേശകരമാകുമെന്നും അറിയാതെയാണ് നമ്മൾ പലപ്പോഴും ഒരു കാര്യം നേടിയാൽ അവിടം കൊണ്ട് ഉടമ്പടി നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നവരായി പലപ്പോഴും കാണുന്നത്. മകൾ അതാണ് പറയുന്നത്, ഞാൻ ഉടമ്പടി ഉഴപ്പി എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ പെട്ടെന്ന് നിൽക്കുകയും എല്ലാ കാര്യങ്ങളും ലാഗാകാൻ തുടങ്ങുകയും ചെയ്തുവെന്ന, താമസിക്കാൻ തുടങ്ങിയെന്ന്. പക്ഷേ മകൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്, ഞാൻ എൻ്റെ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചാലും എൻ്റെ നല്ല കർത്താവ്, എൻ്റെ നല്ല ഈശോ എന്നോടൊരിക്കലും അവിശ്വസ്തത കാണിക്കില്ല. അവിടുന്ന് ഒരു അനുഗ്രഹത്തിൻ്റെ കരം പിരിച്ചെന്നെ ആശീർവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ തിരികെ വരുവാൻ വേണ്ടി കാത്തിരിക്കും, അതിനുള്ള പല വഴികളും എനിക്ക് ഒരുക്കി തരും. മകൾ പറയുന്നുണ്ട്, ഇവിടുന്ന് ഞാൻ ന്യൂസിലൻഡിലേക്ക് പോകുമ്പോൾ എൻ്റെ അമ്മ മാതാവ് ഒരു ദൂതനെ കൂടെ ചേർത്ത് നിർത്തി. ആ നിമിഷം വരെ എനിക്കറിയാത്തൊരു മനുഷ്യൻ എന്നെ ന്യൂസിലൻഡ് വരെ സുരക്ഷിതമായി എത്തിച്ചേരുന്നതിന് ഒരു ഭയവുമില്ലാതെ ഒരു ആകുലതയുമില്ലാതെ എന്തായിത്തീരുമെന്ന് പോലും ആശങ്കപ്പെട്ടിരുന്ന എനിക്ക് അമ്മ ഇങ്ങോട്ട് ആളെ അയച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ എത്തിക്കുകയാണ് ചെയ്തത്. അത്ര കണ്ട് അമ്മ മാതാവിൻ്റെ സാന്നിധ്യം,
ദൂതന്മാരുടെ സംരക്ഷണം അനുഭവിച്ച ഒരു ജീവിതത്തിലാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അല്പം ലാഗിങ് വരുന്നത്. പ്രിയമുള്ളവരെ, മകൾ പറയുന്നുണ്ട്, പിന്നീട് തിരിച്ചറിയുന്നത് താനൊരു നല്ല കുമ്പസാരം നടത്തണം, താൻ ആത്മീയ ജീവിതത്തിലേക്ക് മടങ്ങി വരണം, താൻ ഉപേക്ഷിച്ച അമ്മ മാതാവിനെ ജീവിതത്തോട് ചേർത്ത് പിടിക്കണം. അവിടെ ആയതുകൊണ്ട് വീണ്ടും ഓൺലൈൻ ഉടമ്പടിയിലേക്ക് ജീവിതമൊന്ന് വിട്ടുകൊടുത്ത് മകൾ പിന്നീട് നടത്തിയ ദൈവശരണമുള്ള ജീവിതം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുകയാണ്. ക്ലബിംഗ് സ്കോർ ആയതുകൊണ്ട് PR കിട്ടില്ല, അതവിടുത്തെ റൂളാണ്. മകൾ പറയുന്നു, എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുമ്പോൾ റൂള് മാറുന്നു, പുതിയ നിയമം വരുന്നു. അത് കോവിഡ് കാലത്ത്, ലോക്ക്ഡൗൺ കാലത്ത് അവിടെ വന്നു ചേർന്നവരാണെങ്കിൽ പ്രത്യേക കാറ്റഗറിയിലുള്ളവർക്കെല്ലാം PR കൊടുക്കാൻ തീരുമാനമാവുന്നു. രണ്ടാമത് പരീക്ഷ എഴുതാതെ പണം മുടങ്ങാതെ മകൾക്കവിടെ PR-നുള്ള വഴിയൊരുങ്ങി കിട്ടുന്നു. ചെന്നപ്പോൾ പരീക്ഷ തുടർച്ചയായി തോറ്റുകൊണ്ടിരിക്കുന്നു. അത് 3 ചാൻസ് കഴിഞ്ഞു. 4-മത് 6 ലക്ഷം രൂപ അടക്കണം. ആ സമയത്താണ് തിരികെ ധൂർത്തപുത്രൻ പന്നിക്കുഴിയിൽ കിടന്ന് പിതാവിനെ ഓർത്ത് വീട്ടിലേക്ക് മടങ്ങുവാൻ വേണ്ടി ഒരു നല്ല കുമ്പസാരം ആ പന്നിക്കുഴിയിൽ നടത്തിയതുപോലെ മകൾ അപ്പോഴാണ്, എന്നെ ഇവിടം വരെ എത്തിച്ചെൻ്റെ അമ്മ മാതാവിനെ ഞാൻ പാതിവഴിയിൽ ഉപേക്ഷിച്ചത് കൊണ്ടല്ലേ ഇത്രത്തോളം ഞാൻ ക്ലേശിക്കുന്നത്. അമ്മയെ ചേർത്ത് പിടിച്ച് അതാ 1-2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും അവർ തന്നെ വിളിച്ചു പറയുന്നു, നാട്ടിലേക്ക് പോകേണ്ട, ഒരു ചാൻസ് കൂടി തരാം, 6 ലക്ഷം രൂപ അടയ്ക്കേണ്ട, നിന്നെ ഞാൻ പുതിയ ബാച്ചിനൊപ്പം ഇരുത്തുകയാണെന്ന്. ആ ഭാരങ്ങൾ ലഘൂകരിച്ച് കൊടുക്കുന്നത്, തടസ്സങ്ങൾ മാറ്റിക്കൊടുത്ത് വീണ്ടും ട്രാക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് ഒരു ദൈവിക സംരക്ഷണത്തെ മകളുടെ ജീവിതത്തിലേക്ക് നൽകുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ്. നമുക്ക് ഒത്തിരി ഹഡിൽസ് ജീവിതത്തിൽ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് കാണാൻ പറ്റും. പക്ഷേ ഈ ഹഡിൽസൊക്കെ മറികടക്കുവാനുള്ള ആത്മശക്തിയും കണ്ണുകൾക്കുള്ള ഉൾക്കാഴ്ചയും ജീവിതത്തിലുള്ള സ്ഥിരതയും അമ്മ മാതാവ് നമുക്ക് ഉടമ്പടിയിലൂടെ നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഉടമ്പടി ഏതെങ്കിലും ഒരു കാര്യം നേടുവാൻ വേണ്ടിയുള്ള കുറുക്കുവഴിയല്ല. അമ്മ മാതാവും ഈശോയും ജീവിതത്തിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുവാനുള്ള ഉറപ്പിൻ്റെ വഴിയാണെന്ന് പറയുന്നത്. ഈ മകളെ എത്രത്തോളം കാത്തുകൊണ്ടു, തിരികെ വന്നപ്പോൾ എത്രത്തോളം മകളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി, എല്ലാ മേഖലകളെയും അമ്മയും ഈശോയും എങ്ങനെ അനുഗ്രഹിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമുക്കും ഇത് അമ്മയും ഈശോയും തരുവാൻ സന്നദ്ധമാണ്. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കണം. കുമ്പസാരത്തിന് വിശ്വസ്തതയില്ലായ്മയുണ്ടോ എന്ന് പരിശോധിക്കണം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ മടിയുണ്ടോ എന്ന് പരിശോധിക്കണം. അമ്മ മാതാവ് തന്നെ, ഈശോ തന്നെ നമ്മളോട് പറയും, മകനെ മകളെ ഇന്ന കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യ്, ജീവിതം ശരിയാകുമെന്ന്. ജീവിതം അമ്മ ശരിയാക്കി തരും. അമ്മയെ കാണാൻ വന്നാൽ അമ്മ കണ്ണടച്ചിരിക്കില്ല, കണ്ണു തുറന്ന് നമ്മുടെ ജീവിതത്തെ കാണും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.